പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദീപികാരൻ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദീപികാരനുമായിട്ട് ബന്ധപ്പെട്ട് ദീപികാരനാഥനെ സ്നേഹിച്ച ഒരു വ്യക്തിക്ക് ദീപികാരനാഥൻ തന്നെ കൊടുത്ത ഒരനുഗ്രഹം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാനൊരു വെള്ളിയാഴ്ച ശുശ്രൂഷകളൊക്കെ കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും മടുക്കും. ശുശ്രൂഷകൾക്ക് ശേഷം ആരോഗ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാകും. അങ്ങനെയുള്ള ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു രോഗിയുടെ കുടുംബത്തിൽ നിന്നും എൻ്റെ അടുത്ത് രോഗിക്ക് കുമ്പസാരവും കുർബാനയും കൊടുക്കണമെന്ന് വന്ന് പറഞ്ഞു. ആശുപത്രിയിലായിരിക്കുന്ന രോഗിക്ക് അങ്ങനെയുള്ള കാര്യമായതുകൊണ്ട് തന്നെ എൻ്റെ ആരോഗ്യത്തെ അത് മറന്നുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ആ രോഗിയെ കാണുന്നതിനായിട്ട് ആശുപത്രിയിലേക്ക് നീങ്ങുകയും ആ രോഗിക്ക് മരണത്തിന് മുമ്പുള്ള കുമ്പസാരവും രോഗിലേപന ശുശ്രൂഷയും ഒക്കെ നൽകുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ആ കുമ്പസാരം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ വീട്ടുകാർ സന്തോഷത്തോടെ പറഞ്ഞു വെച്ചപ്പോൾ അവർ പറയുകയായിരുന്നു, ഈ രോഗി എല്ലാ വെള്ളിയാഴ്ചയും മുടക്കാതെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവരുടെ ഇടവക ദേവാലയത്തിൽ പോവുകയും എല്ലാ വെള്ളിയാഴ്ചയും തന്നെ കുമ്പസാരിച്ച് പരിശുദ്ധവാനം സ്വീകരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അത് വ്യക്തി ഒരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് പ്രത്യേകമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ വന്നതാണ്. അങ്ങനെയാണ് ഇവിടെ അഡ്മിറ്റ് ആയത്. അപ്പോൾ അങ്ങനെയുള്ള ആ രോഗിയുടെ ആഗ്രഹമായിരുന്നു സുബോധത്തോടെയും നല്ല രീതിയിലും ഒന്ന് കുമ്പസാരിക്കണം, ഒപ്പം മരണത്തിന് മുമ്പ് രോഗിലേപനം എന്ന ശുശ്രൂഷ സ്വീകരിക്കണമെന്നുള്ളത്. ആ ശുശ്രൂഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ എത്ര ആനന്ദവും എത്ര ആഹ്ലാദവും ആ വ്യക്തിയുടെ മുഖത്തുണ്ടായിരുന്നെന്ന് ഞാനും ശ്രദ്ധിക്കുകയുണ്ടായി. ആ വീട്ടുകാരെ അല്ലെങ്കിൽ രോഗിയെ പരിചരിക്കാൻ വന്ന കുടുംബത്തിലുള്ളവർ പറഞ്ഞതും ഇതും കൂടി ഞാൻ കൂട്ടി വായിച്ചപ്പോഴത്തേനും തീർച്ചയായിട്ടും ദീപികാരനാഥൻ്റെ പ്രത്യേകമായ ഇടപെടലായിരുന്നു ഈ വ്യക്തികൾക്ക് നൽകുവാനുണ്ടായ ഈ ശുശ്രൂഷകളെല്ലാം. പിറ്റേ ദിവസം തന്നെ ഈ രോഗി മരിക്കുകയും ചെയ്തു. അപ്പോഴവരുടെ കുടുംബം വന്ന് ആ രോഗി മരണത്തിന് മുമ്പ് ഈ ശുശ്രൂഷ ചെയ്ത അച്ഛനെ കണ്ട് അച്ഛന് നന്ദി പറഞ്ഞേക്കണം എന്ന് വീട്ടിലുള്ളവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് സുബോധത്തോടെ മരിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിലുള്ള രക്ഷയിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ സ്നേഹം. ദീപികാരനാഥനെ സ്നേഹിച്ചാൽ ദീപികാരനാഥൻ തീർച്ചയായിട്ടും ആ വ്യക്തിയെയും സ്നേഹിക്കും. ഞാനൊരിക്കലും ഈ കുടുംബത്തെയോ ഈ രോഗിലേപനം കൊടുത്ത ഈ വ്യക്തിയെയും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എനിക്കും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പകർന്നു കൊടുക്കാനായിട്ട് ഇടയായി എന്നത് ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. കാരണം ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവികാനത്തിൻ്റെ സ്നേഹമാണ്. അതെല്ലാവർക്കും കിട്ടി എന്ന് വരില്ല. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നുണ്ട്, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പം പാപികളെ കണ്ടുമുട്ടിയെന്ന് വരും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ഒരു പാപിയുടെ മാനസാന്തരം ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കുകയും അങ്ങനെയുള്ളവരെ നേടിയെടുക്കുന്നതിനായിട്ട് എന്ത് ത്യാഗവും ചെയ്യുവാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരുക. അങ്ങനെ പരിശുദ്ധിയുള്ള ഒരു ജീവിതം നമ്മൾ നയിച്ചാൽ, ദീപികാരനാഥനെ നമ്മൾ സ്നേഹിച്ചാൽ, ദീപികാരനാഥൻ തിരിച്ചും നമ്മളെയും സ്നേഹിക്കും. തീർച്ചയായിട്ടും അവിടുന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മളെ ഉപേക്ഷിക്കാതെ എല്ലാ അർത്ഥത്തിലും ആത്മീയമായിട്ട് അനുഗ്രഹിച്ചിട്ടേ തമ്പുരാൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ. ആ വിശ്വാസം നമ്മളെ കൂടുതൽ ശക്തിയുള്ളവരും വിശ്വാസമുള്ളവരുമാക്കി തീർക്കട്ടെ. ഈശോ ദീപികാരനാഥൻ നമ്മളെ ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മുടെ എല്ലാവരുടെയും ജീവിത ആവശ്യങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം
ശുദ്ധീകരിക്കണേ നാഥ ദിവ്യകാരുണ്യനാഥ